കത്തി താഴെറ ഇടിക്കുളെ പറഞ്ഞ കത്തി താഴെറ. ഏതായാലും സാധനം എല്ലാം കെട്ടിപ്പെറുക്കി താൻ വേഗം സ്ഥലം വിട്. എന്നെ ലോഡ്ജിലെ താമസം മതി. മറ്റെല്ലാ ലോഡ്ജിലും ഞാൻ വിളിച്ച് പറഞ്ഞേക്കാൻ തനിക്ക് റൂം തരരുതെന്ന്. ഒരു പെങ്കൊച്ചിനെ കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാന്ന്. പ്രൊഫഷണല്ലോ ഞാൻ സ്നേഹിച്ചിരുന്നേ. അങ്ങനെയുള്ള ഞാനാ ഒരു പെണ്ണിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കുമെന്നും പറഞ്ഞു അവിടെ ഞാൻ. ചേട്ടായി എനിക്കൊരു താമസ സൗകര്യം ശരിയാക്കി തന്നേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ഏതെങ്കിലും ചേട്ടായി ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി ഞാൻ ഏതെങ്കിലും ലോഡ്ജിൽ ചെന്ന് താമസിക്കാന്ന് വെച്ചാൽ അവിടെ വരും ആ കുറിച്ച്. ഇങ്ങനെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യും. ചേട്ടായിയുടെ പേര് എഴുതി വെക്കും. നീ എഴുന്നേറ്റോ? ഇതുകൂടി കഴിക്കടാ. 5 ചപ്പാത്തി കഴിച്ചപ്പോ തന്നെ അങ്ങ് വയറ് നിറഞ്ഞു. എനിക്ക് ഫുഡല്ല ആവശ്യം, തല വെക്കാനൊരു ഇടവാ. 5:30 വേണാടിന്റെ വെക്കടാ. ഇത് കണ്ട ചേർത്തി ഒരുമാതിരി ചൊറിയുന്ന. ആദ്യം നീ അതൊന്ന് തുടക്കി. എന്റെ കണ്ണീര് അങ്ങനെ ഇരിക്കട്ടെ. കണ്ണീരല്ല, ഈ എച്ചില്. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന 6 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തോ റബ്ബർ കാട്ടിൽ നിന്നൊരു നട്ടുച്ചയ്ക്ക് ഇവിടെ വന്ന് കയറിയ നിന്റെ കഥ കേട്ട് നിനക്ക് ഞാനൊരു ജോലി തന്നു. തുടങ്ങി. ഈ വീട്ടിൽ സ്വാതന്ത്ര്യം തന്നു. ഇതിലും ഭേദം മറ്റവളാ. ബാക്കിയും കൂടി പറയട്ടാ. ഇപ്പതാ നിനക്ക് താമസിക്കാൻ ഒരു ഇടവും തരുന്നു. ഇന്നു മുതല് നിനക്ക് എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. ചേട്ടായി, ചേച്ചായി, ചേട്ടത്തി, ചേട്ടാ ഈ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കാല. നിന്റെ കടപ്പാടിന് വേണ്ടിയിട്ടൊന്നും അല്ല.